ഇനിയിപ്പോ അങ്ങോട്ട് ഇഷ്ടം പോലെ കാണും. നമ്മള് നിലമ്പൂരിന്ന് വഴിക്കടവിലേക്ക് വന്നപ്പോ കണ്ട മലനിരകളായിരിക്കണം ആ കാണുന്നതെല്ലാം. ഇന്നലെ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേന് രാത്രി ആയതിനാൽ ഞങ്ങൾ നിലമ്പൂരിൽ താമസിച്ചു. ഇനിയിപ്പം വഴിക്കടവിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട് വഴിക്കടവിന്. അവിടെ നിന്ന് ഗൂഡല്ലൂർന്ന് ഫോറസ്റ്റ് വഴി ഒരു യാത്ര, ബന്ദിപ്പൂർ വഴി. അപ്പോൾ ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഫോറസ്റ്റ് താല്പര്യം, അതിൻ്റെ അകത്തെ യാത്രകൾ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആയി. 6 മണിയാകുമ്പോഴത്തേക്ക് ഗൂഡല്ലൂർ ചെല്ലണം എന്ന് വിചാരിച്ചാൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ചെല്ലണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ നടന്നില്ല. 15 കിലോമീറ്റർ വഴിക്കടവിന്. അവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് ഗൂഡല്ലൂരിന്. അവിടെ മുതൽ പിന്നെ വനത്തിൽ കൂടെയുള്ള യാത്രയാണ്. അല്ല, വഴിക്കടവിന് അങ്ങോട്ട് കയറുന്നതേ ചുരമാണ്. രാവിലെ തന്നെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. കുറച്ചുകൂടെ നേരത്തെ ചെക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ രാവിലെ എണീറ്റ് വന്നില്ല. റെഡി ആയപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ റൂമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇനി നമുക്ക് റൂമിൻ്റെ അകത്തെ കുറേ കാഴ്ചകളൂടെ കാണാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുന്നെങ്കിൽ അത് ഉപകാരപ്രദമാകട്ടെ. അതിന് നമുക്ക് റൂമിൻ്റെ അകത്തെ കാഴ്ച കൂടി കുറച്ച് കാണാം. ഞങ്ങൾ ഇന്നലെ ഏകദേശം ഏതാണ്ട് ഒരു 7:30-8 മണി ആയപ്പോഴത്തെ ഇവിടെ വന്ന് റൂം എടുത്തു. അപ്പോൾ തന്നെ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇവിടുന്ന് ആഹാരം കഴിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. ആഹാരം വേണ്ടിയവർക്ക് ഇതിൻ്റെ താഴെ തന്നെ ഒരു ഹോട്ടലുണ്ട്. നമ്മൾക്കൊരു നൈറ്റ് സ്റ്റേ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് ഇവിടുന്ന് പോകും. നിലമ്പൂർ എത്തുന്നതിന് മുമ്പ് കുറച്ച് മുമ്പായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല, എല്ലാം കൊണ്ടും വൃത്തിയാണ്. ഒരു ദിവസത്തെ സ്റ്റേയ്ക്കും അങ്ങനെ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടില്ല. അങ്ങനെ ഞങ്ങളുടെ മുംബൈയിലേക്കുള്ള യാത്രയുടെ 2ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ ഈ റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. ആദ്യമായിട്ടാണ് പകൽ സമയത്ത് ഇതുവഴി വരുന്നത്. മറ്റെല്ലാം വന്നേക്കുന്നത് രാത്രിയാണ് വന്നേക്കുന്നത്. വഴിക്കടവ് വരെയും രാത്രിയാണ് വന്നേക്കുന്നത്. അതെ അതെ. ഗേറ്റ് ഓപ്പൺ ആക്കുന്ന ഉടനെ നമ്മൾ വന്നിട്ടുള്ളതല്ല. ചുങ്കത്തറ കഴിഞ്ഞു, എടക്കര, മാമ്പൊയിൽ എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മള് ചുരം കയറാൻ തുടങ്ങി. നമുക്ക് ഫോറസ്റ്റിലൂടെയുള്ള യാത്രകളാണ് ഇനിയും. ഇതെവിടെ സ്ഥലം? വഴിക്കടവിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പോകുന്ന ചെറിയ ഒരു കയറ്റം കയറി കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോഴേ കാണാൻ പറ്റിയ ഒരു വ്യൂ ആണ്. ഇനിയിപ്പോ അങ്ങോട്ട് ഇഷ്ടം പോലെ കാണും. നമ്മള് നിലമ്പൂരിന്ന് വഴിക്കടവിലേക്ക് വന്നപ്പോ കണ്ട മലനിരകളായിരിക്കണം ആ കാണുന്നതെല്ലാം. മഞ്ഞ് മൂടുക, ശരിക്കും മൂടുക. അല്ല, അങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് വന്നേ, നോക്കേ, കണ്ടോ വണ്ടി വരുന്ന ശ്രദ്ധിക്കണേ. വഴിക്കടവിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വഴി കാണുന്ന ദൃശ്യമാണ്. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറി ഒരു ഇച്ചിരി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴേ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നതുകൊണ്ട് നമ്മളെല്ലാ കാഴ്ചകളൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. വഴിക്കടവിൽ നിന്ന്
ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വേറൊരു പ്രത്യേക വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഇതിലെയുള്ള റൂട്ടിലെ സകല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആരും കാണാൻ മറക്കരുത്. വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഇതിലേ ഉള്ളത്. പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ റൂട്ട് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അടിപൊളി. നമ്മൾ പലപ്പോഴും ഈ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ യാത്ര ആരും ആസ്വദിക്കാറില്ല. ഇവിടുന്ന് ഗൂഡല്ലൂരിൽ നിന്ന് അങ്ങോട്ട് ഉൾവനം ആയതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് മൃഗങ്ങളെ കാണാം. ബന്ദിപ്പൂര്, വഴിക്കടവ്, ഗൂഡല്ലൂരിൽ നിന്ന് ബന്ദിപ്പൂരിലേക്കുള്ള യാത്രയിൽ നമുക്ക് ആസ്വദിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടം വിട്ട് അങ്ങ് പോകും. ഇവിടം ശ്രദ്ധിക്കാറില്ല. ഇതുവരെ നമ്മള് ഇവിടെ എത്തിയിട്ടില്ല. എവിടെയാ? ഗൂഡല്ലൂർ എത്തിയിട്ടില്ല. എഴുതി വെച്ചിട്ടില്ല. അയ്യോ, ഇതെന്തുവാണാവാ ബ്ലോക്ക്? വണ്ടി വല്ലതും ബ്രേക്ക് ഡൗൺ ആയി കാണും. ഇവിടെ ചെക്ക് പോസ്റ്റ് ആണോ? ചെക്ക് പോസ്റ്റ്. വലിയൊരു ബ്ലോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് എന്തുവാ ഇവിടെ സംഗതി എന്തുവാണെന്ന്. പക്ഷെ ഇവിടെ ചെക്ക് പോസ്റ്റ് ആണെന്ന് ഇവിടം വരെ വന്നപ്പോൾ മനസ്സിലായി. അവിടെ ഒരാൾ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട് അവിടെ നിന്ന്. നേരെ ചെന്ന് റൈറ്റ് ആണ് ഗൂഡല്ലൂർ. പല പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ടെങ്കിലും വഴി നമുക്ക് ഇപ്പോഴും കറക്റ്റ് അറിയാം. അവിടെ എക്കോ ടൂറിസം ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എഴുതി വെച്ചേക്കുന്നത്. നാട് കണ്ടില്ലേ ഒരു ആർച്ച് വാതിൽ. അപ്പോൾ നമ്മൾ 30 രൂപ കൊടുത്തില്ലയോ? 30 രൂപ അവിടെ എൻട്രി ഫീ കൊടുത്തു. ഈ നാടുകാണി അവിടെയാണ് നമ്മള് 30 രൂപ കൊടുക്കേണ്ടി വരുന്നത് ഇല്ലയോ? നാടുകാണി വനമെല്ലാം കയറി നാടുകാണി കുറച്ചിട്ടൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്, നാടുകാണി. അപ്പോൾ അവിടുന്ന് റൈറ്റ് എടുക്കണം ബന്ദിപ്പൂരിന്. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും അലൗഡ് അല്ല. പ്ലാസ്റ്റിക് കുപ്പികൾ പോലും വെക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ വണ്ടിക്കകത്ത് ഇരിക്കാൻ പാടില്ല. ഇരുന്നാൽ അതൊരു ഫൈൻ അടിക്കും. 1000 രൂപയാണ് ഫൈന്. പ്ലാസ്റ്റിക് കുപ്പികളൊന്നും വണ്ടിക്കകത്ത് വെക്കരുത്. നമ്മുടെ അങ്ങനെ ഗൂഡല്ലൂർ എത്തി. ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിയിട്ടില്ല ഇതിനായിട്ടും. ഇനി ഇവിടുന്ന് രാവിലത്തെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ വഴിക്കടവിൽ നിന്ന് ഗൂഡല്ലൂർ വരെയുള്ള യാത്ര അടിപൊളിയാണ്. അപ്പോൾ ആ യാത്ര ആസ്വദിച്ച് വേനൽക്കാലത്ത് വന്നാൽ വലിയ ഇത്രയും എൻജോയ്മെൻറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വലിയൊരു സിറ്റിയാണ്. ഗുണ്ടൽപേട്ടല്ല, ഗൂഡല്ലൂർ. വലിയൊരു സിറ്റിയാണ് ഗൂഡല്ലൂർ. ഞങ്ങൾ രാത്രി വന്നേക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും കണ്ടതായിട്ട് പോലും ഞങ്ങൾക്കൊരു ഓർമ്മയില്ല. വലിയൊരു സിറ്റിയാണ്. സ്ട്രോങ്ങും ഒരു ലൈറ്റും. സ്ട്രോങ് മതിയോ? 3 സ്ട്രോങ് മതി കേട്ടോ. ഇതാണ് ഇവിടുത്തെ സെറ്റ് ദോശ. അത് പ്ലെയിൻ ദോശ. തുറപ്പള്ളിയിലാണ് ആക്ച്വലി ചെക്ക് പോസ്റ്റ് ഉള്ളത്. നമ്മൾ വിചാരിച്ചത് എവിടെ ആയിരുന്നു? ഗൂഡല്ലൂരാണ് ഇവിടെ ഒന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. ഗൂഡല്ലൂരാണ് ചെക്ക് പോസ്റ്റ് വിചാരിച്ച് ഹമ്പാണ്. അപ്പോൾ ഹമ്പ് കാണുന്നില്ലേ? ഗൂഡല്ലൂരായിരുന്നു ചെക്ക് പോസ്റ്റ് ഉള്ളത് കേട്ടോ. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു. മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ്. ഇവിടെ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആണ്. ഹമ്പ അവിടെ അങ്ങനെ നമ്മൾ ടൈഗർ റിസർവിൻ്റെ അത് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ മൃഗങ്ങളെ കാണാനുള്ള പരിപാടിയാണ്. ഇതേയാണ് മാൻ. ആദ്യമേ മാനെയാണ് കാണുന്നത് കേട്ടോ. ഇതുകൊണ്ട് നിൽക്കുന്നു.
ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുകയൊന്നും വേണ്ടായിരുന്നു. നമുക്ക് മുംബൈക്ക് പോകാൻ ആക്ച്വലി ഈ റോഡ് വരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഡയറക്റ്റ് സേലം, കോയമ്പത്തൂർ, സേലം അതിലെ ബാംഗ്ലൂർ വഴി പോയാൽ മതിയായിരുന്നു. ഇതിലെയുള്ള ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇതിലേ വരാനല്ല വിചാരിച്ചിരുന്നത്. കാണത്തില്ല. രണ്ടുപേരുണ്ടായിരുന്നു. ആ ഓക്കെ. ഒന്ന് കുഞ്ഞാ അല്ലയോ? ആ രണ്ടും കുഞ്ഞുങ്ങളാ. കൊച്ചുമാനൊക്കെ. മാനിന്റെ കുഞ്ഞിന് പറഞ്ഞത് എന്തുവാ? ഫോണാ. ഫോൺ. FAWN ആന്ന് തോന്നുന്നു. FAWN ആണോന്ന് തോന്നുന്നു. നോക്കിയാൽ മതി. പഠിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ. കണ്ടോ, അതിൻ്റെ കൊമ്പുള്ളതുണ്ട്. കൊമ്പില്ലാത്തത് പെൺമാനാന്ന് തോന്നില്ലയോ? കുഞ്ഞുങ്ങളും ഉണ്ട്. ഇഷ്ടം പോലെ കാണല്ലോ. എത്ര നിൽക്കുന്നേ? ഇവിടുന്നാണ് ആക്ച്വലി നമ്മുടെ ഊട്ടിക്ക് ലെഫ്റ്റ് ആണ്. റൈറ്റ് ഊട്ടി, നേരെ മൈസൂർ 91 കിലോമീറ്റർ. ഊട്ടിക്ക് ഇവിടുന്ന് 38 കിലോമീറ്റർ. മസിനഗുഡി 6 കിലോമീറ്റർ ഉള്ളു കേട്ടോ. മസിനഗുഡി പോന്നോ? അവിടെ ഫോറസ്റ്റേ ഉള്ളൂ, നല്ലതൊന്നുമില്ല. വലത്തോട്ടാണ് ഊട്ടിക്ക് പോകുന്നത്. കോയമ്പത്തൂരൊക്കെ ഈ വഴി പോവാം. കോയമ്പത്തൂർ 120 കിലോമീറ്റർ. അങ്ങനെ മുതുമലൈ കഴിയുക. അങ്ങനെ മുതുമല നമ്മൾ കഴിയുകയാണ്. താങ്ക് യു. വിസിറ്റ് അഗെയിൻ മുതുമല ടൈഗർ റിസർവ്. മുതുമല ടൈഗർ റിസർവ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. മുതുമല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ട്. തലയകത്തില് ഇല്ല. അടുത്ത ഇപ്പൊ ഇതുവരെ തമിഴ്നാടിന്റെ ഫോറസ്റ്റ് ആയിരുന്നു. ഇനി നമ്മള് കർണാടക ഫോറസ്റ്റിലോട്ട് കയറും. കണ്ടോ എഴുതിയേക്കുന്ന? കണ്ടോ അവിടെ? വെൽക്കം ടു കർണാടക സ്റ്റേറ്റ്. ആർക്ക് എൻട്രി? ബന്ദിപ്പൂർ. അത് ആർച്ച് പിടിച്ചു. ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. അത് പീലിയൊക്കെ വിടർത്തി അത് ഉണക്കുവാ. അയ്യലിനെ കണ്ടിട്ട് നിർത്തിയത്. അതുപോലെ തന്നെ നമ്മൾ ഈ വനത്തിലൂടെ പോകുന്ന ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട്. വനത്തിലൂടെയുള്ള യാത്ര മാത്രമായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു യാത്ര. അപ്പോൾ ആ വീഡിയോയും പുറകെ വരുന്നുണ്ട്. അതും ആരും കാണാൻ മറക്കരുത്. വൺ വേ ആണ്. എന്താ ബസ് ബ്രേക്ക് ഡൗൺ ആയ? ബാംഗ്ലൂരിനുള്ള ബസ്സായിരുന്നു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട്. ഇത് ഒരു വൺ വേ ആണ്. അയ്യോ, ഒരു വട്ടം വന്നപ്പോ ഇവിടെ മയിലിനെ കണ്ടായിരുന്നു നമ്മള്. അന്ന് പക്ഷെ നമ്മള് നേരെ അങ്ങ് പോകുമായിരുന്നു തോന്നുന്നു. അന്ന് നമുക്ക് ഇങ്ങനെ കീപ്പ് ലെഫ്റ്റ് ഒന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ നേരെ പോകും. രജിസ്ട്രേഷൻ ഒന്നും കാണാതെ കള്ളന്മാരടിച്ചോണ്ട് പോകുന്ന വണ്ടിയാണെങ്കിലേ. കാട് കഴിഞ്ഞു. നമ്മുടെ ചെക്ക് പോസ്റ്റ് കൊണ്ട് തീർന്നു. കൂപ്പണൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മളൊന്നും നമ്മളൊന്നും കൊടുത്തില്ലല്ലോ. നമ്മുടെ ഫോറസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പൂന്തോട്ടമാണ് ഇത്.
അപ്പോൾ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി നമ്മളതുപോലത്തെ ജീപ്പ് സഫാരി ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഹണിക്കോമ്പ് കണ്ടോ ഹണിക്കോമ്പുമായിട്ട് പോകുന്ന കണ്ടോ, കോമ്പോട് കൂടി വാങ്ങിക്കാം നമുക്ക്. കണ്ടോ എന്താ തേനിൻ്റെ അട. അപ്പോൾ നമ്മളിനി മൈസൂർക്കാണ് പോകുന്നത്. അതെ ഡയറക്റ്റ് നമ്മൾ മൈസൂരാണ്. മൈസൂർ ചെന്നതിന് ശേഷം അടുത്ത പരിപാടി. വന്ന വഴിക്ക് നമ്മൾ ജമന്തി തോട്ടം കണ്ടു, സൺഫ്ലവറിൻ്റെ തോട്ടം കണ്ടു. പോകുന്ന വഴിക്കും ഇനി കാണാമെന്നാണ് പ്രതീക്ഷ. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പോകുന്ന ഗുണ്ടൽപേട്ട് 11 കിലോമീറ്റർ ഇവിടുന്ന്. 11 കിലോമീറ്റർ ഗുണ്ടൽപേട്ട. ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് നല്ല അടിപൊളിയായിരിക്കോ. എത്ര ദൂരം കാണുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ എത്ര ദൂരം കാണുന്നില്ല. ആ ടൗണിൽ കുറച്ച് തിരക്കാണ്, വലിയ തിരക്കും ഇല്ല, നല്ല റോഡുമാണ്. ആ ടൗണിൽ കുറച്ച് തിരക്ക് കാണുമായിരിക്കും. ആ ടൗണിൽ കുറച്ച് ഇടുക്കോ ആ ടൗണ് ഗുണ്ടൽപേട്ടിലെയോ. അതെ, ഗുണ്ടൽപേട്ട് ടൗൺ കുറേ ശരി. അങ്ങനെ നമ്മൾ മുംബൈയിലേക്കുള്ള യാത്രയുടെ 2ാം ദിനമാണ് ഇന്ന്. ഫസ്റ്റ് ഡേ നമ്മൾ നിലമ്പൂർ വന്ന് സ്റ്റേ ചെയ്തു. സെക്കൻഡ് ഡേ നിലമ്പൂരിൽ നിന്ന് ബന്ദിപ്പൂർ വഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. മൈസൂർ ഹുബ്ലി എങ്കിലും ഇന്ന് പിടിക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതെ ബന്ദിപ്പൂരിലൊക്കെ ആണെങ്കിലും നമ്മൾ സാവധാനമാണ് വന്നത്. മറ്റവിടെയൊക്കെ വിട്ടടിച്ച് നമുക്ക് അടുത്തടുത്ത് പോകണം, എത്രയും പെട്ടെന്ന് മുംബൈയിൽ എത്തണം എന്നുള്ള ആ ചിന്താഗതിയോട് കൂടിയായിരുന്നു വിട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ സാവകാശം എല്ലായിടും കണ്ട് റെസ്റ്റ് ചെയ്തൊക്കെയാണ് പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് പോകുന്നവർക്ക് വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 28-30 അവേഴ്സിനകത്ത് നോൺ സ്റ്റോപ്പ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഹൈവേ കൂടെ പുനലൂർ വഴി ചെങ്കോട്ട ബാംഗ്ലൂർ വഴി കയറി ആ ഹൈവേ പിടിച്ചങ്ങ് പോകുന്ന ആണ് നല്ലത്. ഒത്തിരി ടോൾ ഒക്കെ ആ വഴിയിലുണ്ട്, പക്ഷേ നല്ല റോഡാ, ഒരു വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാ. വിട്ട് നമുക്ക് രാത്രി ആണെങ്കിലും നമുക്ക് ഓടിച്ചങ്ങ് പോകാൻ പറ്റും. നോൺ സ്റ്റോപ്പ് ഡ്രൈവിങ്ങിന് അതാണ് നല്ലത്, വേഗത്തിൽ നമുക്ക് വരാൻ പറ്റും. നമ്മളങ്ങനെ ഗുണ്ടൽപേട്ടിലെത്തിയിരിക്കുകയാണ്. ഗുണ്ടൽപേട്ടിലെത്തിയപ്പോഴത്തേക്ക് 12:15 കഴിഞ്ഞു. ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, കിടക്കുന്ന ബസ്സാണ്. KSRTC, നമ്മുടെ ഇതും KSRTC ആണ്, ഇതും KSRTC ആണ്. ഗുണ്ടൽപേട്ട് ടൗണിലേക്കുള്ള യാത്രയാണ് വലിയോ. അതെ കുഞ്ഞുങ്ങളെല്ലാരും ഡ്രൈവറിനോട് 100 വിടുവോന്ന് ചോദിക്കുകയാണ്. ആടിനെയും കൊണ്ട് പോരുന്നുണ്ടോ? നല്ല വ്യൂ ആണ് ഇവിടെ എല്ലാം കാണാനേ, നല്ല ഭംഗിയാ. തിരിയാട് കണ്ടോ, മുന്നിലെ റോഡ് നോക്ക്, എന്ത് നല്ല റോഡ്, നല്ലൊരു കയറ്റമാ അത്. റോഡ് വേണം കിടക്കാനൊക്കെ അല്ലേ? അതെ റോഡ് കിടന്നാൽ വണ്ടി ഓടിക്കാൻ നല്ല സൂപ്പറാണ്. ഞാൻ വണ്ടി ഒരു ഇച്ചിരി നേരത്തേനൊന്ന് കൈമാറിയതാ, പക്ഷെ ഈ റോഡ് കണ്ട ഉടനെ ഞാൻ ഇങ്ങ് വാങ്ങിച്ചു തിരിച്ച്. കാരണം എനിക്ക് കിട്ടുന്നതെല്ലാം കട്ടറുള്ള റോഡുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പ്രാവശ്യം കൂടുതൽ ഓടിച്ചത് ഞാൻ തന്നെ. ഞാൻ ഓടിച്ചില്ലല്ലോ, ജസ്റ്റ് ഇടയ്ക്ക് ഉറക്കം വരുവാണെങ്കിൽ ഒന്ന് ഓടിച്ചതേ ഉള്ളൂ, ഞാൻ ഓടിച്ചില്ലല്ലോ. നല്ല റോഡ് വന്നപ്പോ അങ്ങ് കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അതാണ് മുന്നിലത്തെ റോഡ് നോക്ക് കണ്ടു. ഒരു കയറ്റം കയറി ഇറങ്ങി അടുത്ത കയറ്റം എന്നാണോ എല്ലായിടത്തും പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. തേരി എന്നൊക്കെ പറയും ഓരോ സ്ഥലത്തെ ഭാഷ. ഞങ്ങള് പത്തനംതിട്ടയിലൊക്കെ കയറ്റം എന്നാ പറയുന്നത്. ക്രോസ് ലൈറ്റ് ആണ് ഇട്ടേക്കുന്നതെല്ലാം. അതിവിടെ കർണാടക ഇങ്ങോട്ട് കയറുമ്പോഴേ ഉള്ളൂ.
ഇങ്ങനത്തെ ലൈറ്റുകൾ. ഇത് തമിഴ്നാട്ടിലുണ്ട് ഈ ലൈറ്റുകൾ ഇങ്ങനത്തെ. ആണല്ലേ? അവിടെ പാടം കിടക്കുന്ന സ്ട്രേറ്റ് കിടക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് ഉള്ള കട്ട് റോഡൊക്കെ വന്നതിനൊക്കെ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഇത് സൂപ്പർ റോഡായിരിക്കും. അതെ അതെ. അതിന്റെയൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഇതാന്ന് തോന്നുന്നല്ലേ. ആടിനെ മേയ്ക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി റോഡാണ്. എത്രത്തോളം നമുക്ക് ഇങ്ങനെ ഈ റോഡ് കാണുന്ന തരത്തില്ല കേട്ടോ. അതാണ് വേറെ കാര്യമാണ്. റോഡ് പണിയാ. റോഡ് പണിയാ. പതുക്കെ പോയാൽ നമുക്ക് തിരക്കൊന്നുമില്ല. പതുക്കെ പോയാൽ മതി. ഇങ്ങനെ റോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ലൈറ്റ് ഉണ്ട് കേട്ടോ. അതിന്റെ സംഭവം ലിമിറ്റ് ഉണ്ട് കേട്ടോ. ലിമിറ്റ് അനുസരിച്ച് ലിമിറ്റിൽ കൂടി പോയി കഴിഞ്ഞാൽ ഫൈൻ വരും കഴിഞ്ഞാൽ വീട്ടില്. 120 സ്പീഡ് ലിമിറ്റ്. 120 സ്പീഡ് ലിമിറ്റ്. അപ്പൊ 120 വരെ പോകാം. വാഴത്തോട്ടം കണ്ടോ? എന്ത് ഭംഗി ഇവിടൊക്കെ കാണാനേ. ചുറ്റുമായിട്ട് വലിയ ഇൻസ്റ്റാ വെച്ചൊന്ന് എടുക്കേണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാ വെച്ച് എടുത്തായിരുന്നു നല്ലതായിരുന്നു. നല്ല ഭംഗിയാ. ഇവിടൊക്കെ കൃഷി വിതച്ചിട്ടേക്കോ ചെറുതായിട്ട് കിളിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. വിത്തൊക്കെ നല്ല പാടങ്ങളാ. നമ്മുടെ കർണാടക സർക്കാരിനെ സമ്മതിച്ചെടുക്കണം. കർണാടക സർക്കാർ ഇത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, അപ്രീഷിയേറ്റിംഗ് യു. ഏത് സർക്കാരിന്റെ കാലത്ത് പണിതാണെന്നെങ്കിലും ഇങ്ങനെ ആയിരിക്കണം റോഡുകളൊക്കെ. നമ്മുടെ നാട്ടിലേക്കാണ് റോഡ് പൊട്ടിപ്പൊളിച്ചതിന് ടാക്സ് ഇത് മേടിക്കും. എന്താ പറയുന്നത്? ടോള് മേടിക്കും. നമ്മുടെയൊക്കെ സമയം കഴിഞ്ഞ് നമ്മുടെ അടുത്ത ജനറേഷനിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ റോഡ് വരുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അടിപൊളി റോഡാണ് അല്ലേ? അതെ അതെ. ഇന്നലെ ഓടിച്ച് കഷ്ടപ്പെട്ടെൻ്റെയും കൂടെ കേട് തീർക്കുമായിരുന്നു. ഇന്നലെ ഒന്നും പറയണ്ട. ആരും മിലിറ്ററി വണ്ടി വരും. ഇതിൽ മിലിറ്ററി വണ്ടിയൊക്കെ പോകുന്നത് 2 മണിപ്പോൾ നമ്മൾ കണ്ടല്ലോ കർണാടകയിൽ മിലിറ്ററി വണ്ടി. ഇവിടെയൊക്കെ നല്ലതായിട്ട് വിതച്ചിട്ടേക്കുക. ചെറിയ കിളിർപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. വയലാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം കാണാത്ത ഒരു സംഭവമാണ്. ഇതൊക്കെ ഇപ്പം പാലക്കാട് ഭാഗത്തൊക്കെ പോയാൽ പിന്നെയും കാണാം വയലും കാര്യങ്ങളൊക്കെ. നമ്മുടെ സ്ഥലത്ത് നോക്കിയൊക്കെ ഉണ്ടെന്നാലും ഇത്രയൊന്നും കാണാനില്ല. ആരൊക്കെ കണ്ടോ നട്ടേക്കുന്നത്? നമ്മുടെ നാട്ടിൽ പോയി ഇത് നെല്ല് തന്നെയാണോ അതോ ഗോതമ്പ് വല്ലതും ആണോ? അറിയില്ല. വെൽക്കം ടു ദക്ഷിണ കാശി നാഞ്ചൻഗുഡ്. നമ്മളങ്ങനെ നാഞ്ചൻഗുഡ് എത്തിയത്. ദക്ഷിണ കാശി നാഞ്ചൻഗുഡ്. നാഞ്ചൻഗുഡ് ഈ സ്ഥലത്തിന്റെ പേര്. നാഞ്ചൻഗുഡ്. എനിക്ക് ആദ്യമായിട്ട് കേൾക്കുന്നു. അവിടെ സിഗ്നല് ഗ്രീൻ സിഗ്നലാണ്. 16-15 പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ എത്രാമത്തെ ടോളാണെന്നല്ലോ അറിയാമോ? അവിടുത്തെ ടോള് കയറി ഇത് ആദ്യത്തേതാന്ന് തോന്നുന്നു. രണ്ടാമത്തെ ടോളാണ്. വേറെ പാലിയക്കര വർക്കിംഗ് ആയിരുന്നില്ല. പിന്നെ ഇതേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ ഇതുവരെ ടോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ടോളിന്റെ പേര് വല്ലതും? വെൽക്കം ടു കേരള ബോർഡർ മിനിസ്ട്രി ഓഫ് റോഡ് കൊല്ലികൾ ടോൾ റോഡ്. കേരള ബോർഡർ ടു കൊല്ലികൾ. തൃശ്ശൂർ എയർപോർട്ട് വഴിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടോ? ഗൂഗിൾ കാണാനിയോ? മൈസൂരിന്റെ ഒരു സൈഡിൽ കൂടാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ട്. റോഡൊക്കെ കാണാൻ. തണൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നടുക്ക്. വളരാനുണ്ട് കേട്ടോ. വളർന്നു വരുന്നതേ ഉള്ളൂ. വേപ്പാ കേട്ടോ. വേപ്പ്
മുഴുവൻ വേപ്പ് മരമാണ്. മുഴുവൻ വെപ്പരം അല്ലേ? മൈസൂരിൻ്റെ ഒരു ബൈപ്പാസിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ടൗണിൻ്റെ അടുത്ത് തന്നെ ഇത്ര വലിയ മലയും കുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഒരു അതിശയമായ കാര്യമാണ് ഇല്ലയോ? അവിടെ ഒരു കരിമ്പൻ വണ്ടി പോന്നു. കരിമ്പൻ വണ്ടി പോകുന്നു. എന്തോ വലിയ കരിമ്പൻ വണ്ടിയാണല്ലേ? ഇവിടുന്ന് പോവുകയാണെങ്കിൽ മൈസൂർ പാലസിലൊക്കെ പോകുന്നുണ്ട്. മൈസൂർ പാലസ് ഇവിടുന്ന് മേപ്പോട്ടെ കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നതാണ് മൈസൂർ പാലസ്. നമുക്ക് പോകേണ്ടത് റൈറ്റിലോട്ടാണ്. റൈറ്റ്. അതായത് ബാംഗ്ലൂർ വഴിയിലാണോ അപ്പോൾ നമുക്ക് പോകേണ്ടത്? ഹുബ്ലിക്ക് ബാംഗ്ലൂർ റോഡാണല്ലോ. അങ്ങനെ നമ്മൾ മൈസൂരിനോട് വിട പറയുകയാണ്. ടോൾ റോഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. മന്ത്യ, ശ്രീരംഗപട്ടണ, ബാംഗ്ലൂർ ഇത്രയിടത്തേക്ക് പോകുന്ന സ്ഥലമാണ്. ബാംഗ്ലൂരിന് ഇവിടുന്ന് 145 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ബാംഗ്ലൂരിന് പോകണ്ട, നമ്മൾ ഹുബ്ലിക്കാണ് പോകുന്നത്. മേളിലൂടെ റെയിൽ ഇത് നടപ്പാതയാന്ന് തോന്നുന്നു. ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കയറാൻ ആ സർവീസ് റോഡിൽ നിന്ന് ഈ സർവീസ് റോഡിലോട്ട്. ഏതാ അങ്ങോട്ട് പോകുന്നു? ഏതാ? ഞാനിത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ്. നമ്മൾ ബാംഗ്ലൂർ മുതൽ കുറച്ചങ്ങോട്ട് പോയതിനു ശേഷം തിരിഞ്ഞ് നമ്മൾ ഹുബ്ലിക്ക് പോകാനുള്ള റോഡേക്ക് കയറും. റോഡ് അടിപൊളിയാണ്. ടോൾ കൊണ്ടേ ഉള്ളൂ. റോഡ് അടിപൊളിയാണ്. ഇവിടുത്തെ പപ്പടം, പൂരി, കറികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം നല്ല. സാമ്പാറും എല്ലാം ഉണ്ട്. നൂഡിൽസ് ആണ് അവർ ഓർഡർ ചെയ്തത്. ഞാൻ വെജ് ബിരിയാണി പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. വെജ് ബിരിയാണി വരുന്നുണ്ട്. ചാർജിങ് റീചാർജ് അല്ല, ചാർജിങ്. വെജ് ബിരിയാണി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ കയറി കഴിഞ്ഞതിനും 18 കിലോമീറ്ററും കൂടെ പോകണമായിരുന്നു. എക്സിറ്റ് മാറിപ്പോകാതെ സൂക്ഷിച്ച് അവിടെ മൈസൂർ കഴിയുമ്പോൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലോട്ട് കയറി കഴിയുമ്പോൾ അവിടെ നിന്നുള്ള എക്സിറ്റ് സൂക്ഷിച്ചെടുക്കണം. ലഞ്ചൊക്കെ കഴിഞ്ഞു. ലഞ്ച് കഴിഞ്ഞപ്പോഴത്തേനും 3 മണിയായി. ഇവിടെ എല്ലാം തുംകൂർ റോഡിലൂടെയാണ് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തുംകൂർ. അങ്ങനെ നമ്മളിങ്ങനെ ഒരു ഗ്രാമപ്രദേശത്തിലൂടെയൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. സ്ഥലം ഏതാണെന്നൊന്നും ഒരു പിടിയില്ല. കർണാടക സ്റ്റേറ്റ് എന്നറിയാം. ഇവിടെയൊക്കെ തേങ്ങ ഓരോ വീടുകളിൽ അങ്ങ് കുന്നുകൂട്ടി ഇട്ടേക്കുക. എന്നാൽ ഒരു ഫാക്ടറി എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാക്ടറി പോലും ഇല്ല. ഇച്ചിരി എണ്ണ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവർ കിലോ 65 രൂപ വെച്ച് വാങ്ങിച്ചു. ഇഷ്ടം പോലെ തേങ്ങായ. എത്ര നേരം ഇപ്പോൾ ഇനി ഈ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് ഫോറസ്റ്റിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് പിടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് സന്ധ്യ ആവുന്നതുകൊണ്ട് ഇനി അതൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്ന് ഹുബ്ലി വരെയെങ്കിലും ചെന്ന് സ്റ്റേ ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അതും നടക്കുമോ എന്നറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം. ഗ്രാമത്തിന്റെ ഭംഗിയാ കണ്ട. ഇവിടെ മണ്ണിട്ട വീടുകളൊക്കെ നിങ്ങൾ കണ്ടില്ലയോ? മണ്ണ് കൊണ്ടുള്ള വീട്, മണ്ണും പിന്നെ വെറും കല്ലും വെച്ചുള്ള വീട് ഒക്കെ കണ്ടില്ലയോ? ആണോ? നമ്മുടെ ഡ്രൈവർ ഇപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഡ്രൈവർ 100-ൽ പോയിട്ടുണ്ട്, ഈ ഡ്രൈവർ 100-ൽ പോയിട്ടുണ്ട്. നല്ല ഗ്രാമത്തിലൂടെ ഒക്കെ ഉള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷേ ഈ ഡ്രൈവർ 120-ൽ പോയി. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. നമ്മൾ സ്പോർട്സ് മോഡൽ ഇട്ടു ഈ മൊബൈല്, ഈ കാർ. ഓക്കേ ഗയ്സ്, ഇനി നമ്മൾ ഇതോടെ കൂടെ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. എന്താണെന്ന് ഇരുട്ടുകയാണ്. പിന്നെ ബാക്കി നമ്മളുടെ ഓക്കെ, അപ്പം ഇനിയിപ്പം രാത്രിയായി, ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇന്നത്തെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇതുവരെ ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. നിങ്ങളുടെ കമന്റ് എല്ലാം ഞങ്ങൾ വായിക്കുന്നുണ്ട്. നല്ലതാണ്, ലൈക്കും ഹാർട്ടും ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാര് സബ്സ്ക്രൈബും ചെയ്യണം. അപ്പൊ ബൈ.